കുട്ടികളുടെ ലൈംഗികാതിക്രമങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമം, ജുവനൈൽ ജസ്റ്റിസ് നിയമം തുടങ്ങിയ ശിശു സംബന്ധമായ നിയമങ്ങൾ നിരീക്ഷിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ നിയമങ്ങൾ കേരളത്തിലെ ഓരോ കുട്ടിക്കും സംരക്ഷണം നൽകുകയും പരിപോഷിപ്പിക്കുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും അവസരം നൽകുകയും ചെയ്യുന്നതിനുള്ള നമ്മുടെ പ്രതിബദ്ധതയുടെ തൂണുകളാണ്. ശിശു വികസനത്തിലും ക്ഷേമത്തിലും സുദീർഘമായ പ്രവർത്തനങ്ങൾക്ക് കേരളം ദീർഘകാലമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും കുട്ടികൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ, അതായത് ദ്രോഹത്തിന് വിധേയമായവർ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നിർബന്ധിതരായവർ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നവർ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കാൻ അനുവദിക്കരുത്. കുട്ടികളുടെ ക്ഷേമത്തിനും വികസനത്തിനും വിദ്യാഭ്യാസത്തിനുമായി സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും സമയോചിതമായിട്ടുള്ള ഇടപെടലുകളുടെയും ഏകോപനത്തിനെയും നമ്മുടെ പുരോഗതിയെയും തടസ്സപ്പെടുത്തുന്ന കാര്യമായ വിടവുകൾ നാം ഇപ്പോഴും നേരിടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ ബഹുമുഖമാണ്. ഇത് കുട്ടികൾ ശാരീരിക വെല്ലുവിളികൾ മാത്രമല്ല, മാനസിക വൈകാരിക പ്രശ്നങ്ങൾ, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളോ പ്രത്യേകിച്ച് മൊബൈൽ ഫോണുകളോടുള്ള ആസക്തി എന്നിവയും അഭിമുഖീകരിക്കുന്നു. അവ അടിയന്തരമായും സംവേദനക്ഷമതയോടെയും അഭിസംബോധന ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് വിദ്യാഭ്യാസ അവകാശ നിയമം അനുശാസിച്ചിരിക്കുന്നു. എന്നിട്ടും ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ, ഗതാഗത സൗകര്യങ്ങളുടെ അഭാവം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് രക്ഷിതാക്കളുടെയിലെ അവബോധമില്ലായ്മ എന്നിവ കാരണം ചില കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് പഠനം തുടരാൻ കഴിയുന്നില്ല. ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ വെല്ലുവിളികളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഈ നിയമം കടലാസിൽ മാത്രമുള്ള നിയമമല്ല. കേരളത്തിലെ ഓരോ കുട്ടിക്കും ഇത് യാഥാർത്ഥ്യമാണെന്ന് ഉറപ്പാക്കണം. കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങളുടെ വർധനവും ഒരുപോലെ ഭയാനകമാണ്. ലിംഗഭേദമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതാണ് 2012 പോക്സോ നിയമം നടപ്പിലാക്കിയത്. ഈ നിയമം നിർണായകമാണ്. എന്നാൽ അതിൻ്റെ ഫലപ്രാപ്തി കൂട്ടായ പരിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. പോക്സോ നിയമം ആവശ്യപ്പെടുന്ന ഗൗരവത്തോടുകൂടിയും അർപ്പണബോധത്തോടും കൂടി നടപ്പാക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുവാൻ എല്ലാ തലങ്ങളിലും തുടർച്ചയായ സംവാദങ്ങളിലും വിശകലനങ്ങളിലും അഭിപ്രായ രൂപീകരണത്തിലും നാം ഏർപ്പെടണം. 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് നമ്മുടെ ശിശു സംരക്ഷണ ചട്ടക്കൂടിൻ്റെ മറ്റൊരു ആണിക്കല്ലാണ്. ശിശു കേന്ദ്രീകൃത തത്വചിന്തയിൽ വേരൂന്നിയ ഈ സമഗ്ര നിയമം പരിചരണവും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളുടെയും നിയമപരമായ സഹായം വേണ്ടവരുടെയും ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നു. ഈ നിയമത്തിൽ വിവരിച്ചിരിക്കുന്ന അവകാശ സംരക്ഷണത്തിനും പുനരധിവാസത്തിനുമുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമവും ഫലപ്രദവുമാണെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ശിശു ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിൽ കേരളം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും അവശേഷിക്കുന്ന വെല്ലുവിളികൾ നാം അംഗീകരിക്കണം. നടപ്പിലാക്കുന്നതിലെയും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിലെയും വിടവുകൾ പലപ്പോഴും നമ്മുടെ പ്രയത്നത്തിൻ്റെ മുഴുവൻ സാധ്യതകളും നേടുന്നതിൽ നിന്ന് നമ്മെ തടയുന്നു. ഈ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്നതിനും എല്ലാ കുട്ടികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക മാത്രമല്ല, ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് എല്ലാ മേഖലകളിലും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കുട്ടികൾ നമ്മുടെ ഭാവിയാണ്. അവർ സുരക്ഷിതവും പരിപോഷിപ്പിക്കുന്നതും ശാക്തീകരിക്കുന്നതുമായ അന്തരീക്ഷത്തിൽ വളരുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ കടമയാണ്. നിശ്ചയദാർഢ്യത്തോടെയും സഹകരണത്തോടെയും നാം നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിലൂടെ കേരളത്തെ മുഴുവൻ രാജ്യത്തിനു മുമ്പാകെ കുട്ടികളുടെ അവകാശങ്ങളുടെയും ക്ഷേമത്തിൻ്റെ അവകാശം ഗോപുരമാക്കി മാറ്റാനാകും. തീർച്ചയായും ഇവിടെ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. ഇതാണ് കമ്മീഷൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. എല്ലാ ജില്ലകളിലും ഇതിൻ്റെ ക്യാമ്പയിൻ നടക്കുകയാണ്. അതിനുശേഷം സംസ്ഥാന ക്യാമ്പയിൻ നടക്കുകയാണ്. ഇതിൽ വിദ്യാഭ്യാസ വകുപ്പിന് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ബാലാവകാശ കമ്മീഷൻ പറയുന്ന പോലെ
അക്കാര്യത്തിൽ സഹകരിക്കുന്നതിന് വേണ്ടി തയ്യാറാണ് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജില്ലാതലത്തിൽ എല്ലാ കർത്തവ്യവാഹകരെയും വിളിച്ചു ചേർത്തുകൊണ്ടൊരു മീറ്റിംഗ് നടത്തുകയും അതിനുശേഷം സംസ്ഥാന തലത്തിൽ തന്നെ ഈ 3 നിയമങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ് എന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് കമ്മീഷൻ കരുതുന്നത്. സാധാരണഗതിയിൽ കുട്ടികൾക്ക് രക്ഷാകർതൃത്വം നൽകുന്നതിനായി ആരുണ്ട് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് നമ്മൾ മാത്രമേ ഉള്ളൂ. കുട്ടികളുടെ അവകാശങ്ങൾ നമ്മളാണ് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ളവർ എന്ന് ചിലപ്പോഴെങ്കിലും ചില ഘട്ടങ്ങളിൽ ചില വകുപ്പുകൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ഇപ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, വിദ്യാഭ്യാസ വകുപ്പ് പോലും ചിലപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് വരുന്നില്ല. ഒരു റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് പലപ്പോഴും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. കുട്ടികളുടെ അവകാശങ്ങൾ കുട്ടികൾ മനസ്സിലാക്കിയാൽ തങ്ങളുടെ അവകാശങ്ങൾക്ക് എന്തോ ഒരു കോട്ടം സംഭവിക്കും എന്ന തരത്തിലുള്ള ചിന്ത പല അധ്യാപകർക്കുമുണ്ട്. നമ്മുടെ മീറ്റിങ്ങിന് ശേഷം നമ്മൾ നടത്തിയിട്ടുള്ള ചില വളരെ പ്രധാനപ്പെട്ട ട്രെയിനിങ് പ്രോഗ്രാമിലടക്കം അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ കുട്ടികളെ വിശേഷിച്ച് സ്നേഹിക്കുക, അവർ മാലാഖമാരെ പോലെ പാപരഹിതരും നമ്മുടെ ഹൃദയങ്ങളെ മൃദുലമാക്കാനും ശുദ്ധീകരിക്കുവാനുമാണ് അവർ ജീവിക്കുന്നത്, ഒപ്പം നമുക്ക് വഴികാട്ടാനുമാണ് എന്ന് ദസ്തേവ്സ്കിയുടെ വാക്കുകൾ എത്ര തവണ നമ്മൾ ഉരുവിട്ടാലും ഈ ചിന്തയിലേക്ക് നമ്മുടെ സമൂഹം മുഴുവനും എത്തുന്നില്ല എന്നുള്ളതാണ്. പോക്സോ കേസുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 29% കുട്ടികളാണ് നമ്മുടെ ജനസംഖ്യയിൽ. യഥാർത്ഥത്തിൽ നമ്മൾ കുറച്ചു നാൾ ആ കുട്ടികളുടെ മേഖലയിൽ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തു നോക്കൂ. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്കായിരിക്കും. പക്ഷെ എന്നിട്ട് പോലും കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച് ഒരു കൃത്യമായ അവബോധം പലപ്പോഴും ഇല്ലാതെ പോകുന്നുണ്ട്. ചിലപ്പോഴൊക്കെ പോലീസ് സേനയുടെ ഭാഗമായിട്ട് ഞാൻ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ കമ്മീഷന് ലഭ്യമായത് കൊണ്ട് പറയാം. നിരവധി ട്രെയിനിങ് പ്രോഗ്രാമുകൾ പോലീസിന്റെ ഭാഗമായിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും ചില വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതാണ് കൂടുതൽ എടുത്തു കാണിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു പരാതി വന്നു. CWCയുടെ മുമ്പാകെ കുട്ടിയെ ഹാജരാക്കിയിട്ടുണ്ട്, പക്ഷെ പോലീസ് വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. പോക്സോ ആണ് കേസ്. പോലീസിനോട് ബന്ധപ്പെട്ടപ്പോൾ പോലീസ് പറഞ്ഞു ഞങ്ങൾ CWCക്ക് അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തു. പക്ഷെ പരിശോധിച്ചപ്പോൾ വിത്തിൻ ടൈമിൽ റിപ്പോർട്ട് ചെയ്യുകയോ കുട്ടിക്ക് ആവശ്യമായ കൗൺസിലിംഗ് കൊടുക്കാനോ നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല. ഫോണിൽ കൂടെ കളവായിട്ട് പറയുകയാണ്. കുട്ടിയുടെ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് കേസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ചെറിയ കുട്ടിയാണ്. കുട്ടികളുടെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവും. പക്ഷെ കുട്ടികളെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് തന്നെയാണ്. അതിൽ നിരവധി കോടതി വിധികളും ഒക്കെ തന്നെ നമുക്ക് ഉദാഹരിച്ച് പറയാൻ വേണ്ടി കഴിയും. അതിനും അപ്പുറത്ത് തന്നെയാണ് നമ്മുടെ UN കൺവെൻഷന്റെ ഭാഗമായിട്ട് നമ്മൾ സിഗ്നേറ്ററി ആയതോടുകൂടി അതിന്റെ കാര്യങ്ങൾ ഏകദേശം ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാത്തത്. സിഗ്നേറ്ററി ആയതോടുകൂടി നമ്മുടെ നിലവിലുള്ള നിയമങ്ങളെ അനുസരിക്കാൻ തയ്യാറാവണ്ടേ? കുട്ടികളുടെ അവകാശങ്ങളെ സംബന്ധിച്ച നിയമങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ JJAct വലിയൊരു അപരാധമാണെന്നുള്ള നിലയിൽ ചില അധ്യാപക സംഘടനകളും അതിന്റെ ഭാഗമായി നിൽക്കുന്നവരും പ്രചരിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. JJAct എന്ന് പറയുന്നത് അവർക്ക് ബാധകമേ അല്ല എന്നാണ് പറയുന്നത്. പക്ഷേ 75 അവർക്ക് ബാധകമാണ്. ആർക്കാണോ കൺട്രോളുള്ള കുട്ടികളുടെ മേലെ കൺട്രോൾ ഉള്ളത്, അവര് കുട്ടി ഏതെങ്കിലും തരത്തിൽ ശാരീരികമോ മാനസികമോ ആയി പീഡിപ്പിച്ചാൽ അതിൽ കേസ് നിലനിൽക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ
ജെ ആക്ട് അവർക്ക് ബാധകമല്ല, കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്കും ബാധകമല്ല, കമ്മീഷന്റെ നിരീക്ഷണങ്ങളും കമ്മീഷന്റെ ഉത്തരവുകളും ബാധകമല്ല എന്ന നിലയിൽ വരെ സമീപനം ഉണ്ടാക്കിയെടുക്കുന്ന ചില എങ്കിലും അധ്യാപക ലോകത്തുണ്ട്. അത് അറിയാതെ വയ്യ എന്നുള്ളതുകൊണ്ട് പറഞ്ഞത്. പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ചില പോരായ്മകൾ സംഭവിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ 1906 മുതൽ അങ്ങോട്ട് പോക്സോ നിയമത്തിന് അതിന്റെ പീനൽ പ്രൊവിഷൻസിൽ മാത്രമേ പ്രാധാന്യമുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 1906 മുതൽ അങ്ങോട്ട് CWC മുമ്പാകെ ഹാജരാക്കുന്നതോടുകൂടെ ജെ ആക്ട് ആണ് പൂർണ്ണമായും ആപ്ലിക്കബിൾ. അത് പലപ്പോഴും മനസ്സിലാവുന്നില്ല എന്നുള്ള ഒരു പ്രശ്നവും ഇതിനകത്തുണ്ട്. നമ്മുടെ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ലോകത്തിന് ഇന്ത്യക്ക് മാതൃകയാണ്. പക്ഷേ ഞങ്ങൾക്ക് അതിൽ കരുതുന്നത് ഇനിയും ഒട്ടേറെ മെച്ചപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ DCP യൂണിറ്റും കുറെ കൂടെ കാര്യക്ഷമമാവേണ്ടതുണ്ട്. പക്ഷേ കാര്യക്ഷമമാക്കാൻ കഴിയില്ല. ഞങ്ങളത് കാണുന്നു. കാരണം ഏറ്റവും പ്രധാനം അവരുടെ സ്റ്റാഫ് സ്ട്രെങ്ത് തന്നെയാണ്. സ്റ്റാഫുകൾ കൃത്യമായിട്ട് DCP യൂണിറ്റിൽ ഇല്ല. എന്തുമാത്രം ഉത്തരവാദിത്വമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. DCPയും ഇല്ല, CWC ഇല്ല, JJBയിലും ഇല്ല. കൃത്യമായിട്ട് അവിടുത്തെ കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്തു തീർക്കാൻ ആവശ്യമായ രീതിയിലുള്ള സ്റ്റാഫിന്റെ എണ്ണം അവിടെ ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് നാളത്തേക്ക് മാറ്റിവെക്കാം. പക്ഷേ കുട്ടികളുടെ മേഖലയിൽ നമുക്കൊന്നും നാളത്തേക്ക് മാറ്റിവെക്കില്ല. നാളെ ചിലപ്പോൾ അവർ കുട്ടികളല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ പൂർത്തിയാക്കാൻ നമുക്ക് കഴിയണം. പക്ഷെ നമുക്കത് കഴിയുന്നുണ്ടോ? ഞങ്ങളും ഇത്തരം പ്രശ്നങ്ങൾ, കാരണം നമുക്ക് കൃത്യമായിട്ട് ചിലപ്പോൾ സമയബന്ധിതമായി CWCയിൽ നിന്നോ JJBയിൽ നിന്നോ റിപ്പോർട്ട് കിട്ടാറില്ല. ഈവൻ ചിലപ്പോൾ നമുക്ക് DCPOമാരൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ റിപ്പോർട്ടുകൾ വിത്തിൻ ടൈമിൽ അവരെങ്ങനെയൊക്കെയോ ജോലി ചെയ്ത് അയക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. അവിടെയും പ്രശ്നങ്ങളാണ്. കൃത്യമായ സ്റ്റാഫുകൾ ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. മറ്റൊന്ന് നമ്മൾ കാണേണ്ടത്, ചില സന്ദർഭങ്ങളിൽ ചില ഘട്ടങ്ങളിലെങ്കിലും DCP യൂണിറ്റും CWCയും അത് രണ്ടും വളരെയേറെ സഹകരിച്ചു പോകേണ്ട രണ്ട് വിഭാഗങ്ങളാണ്. അവിടെയും ചില പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ഞങ്ങൾ കാണുന്നു. ചിലപ്പോഴുള്ള ചില CWCകളിലുള്ള ശീതസമരങ്ങൾ CWCയുടെയും DCP യൂണിറ്റിന്റെയും പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, നമ്മൾ പോലീസ് അടക്കം അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ 86 ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 86ൽ വന്നിട്ടുള്ള അമെൻമെന്റ്. അതിൽ നമ്മൾ നിസ്സഹായരായി ഇരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. ഈ ആക്ടിന്റെ പ്രാധാന്യം തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ആക്ടിന് അതിന് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടാവണമെങ്കിൽ, പീനൽ പ്രൊവിഷൻസിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടാവണമെങ്കിൽ, നമ്മൾ ഇന്നിപ്പോ പേര് മാറ്റി വന്നല്ലോ, IPC എന്ന് തന്നെ നമുക്ക് പറയാം, നമ്മുടെ നാവിൽ അതേ വരുള്ളൂ. അതിന് പ്രൊവിഷൻസ് കൂടെ കൂട്ടിച്ചേർത്താൽ മാത്രമേ നമുക്ക് ഈ ആക്ടിനെ കൊണ്ട് ഒരു കുട്ടിക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി കഴിയുന്ന ഒരു അവസ്ഥയുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു തടസ്സമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. കാരണം 7 വർഷത്തിൽ താഴെയാണെങ്കിൽ എല്ലാം ബെയിലബിൾ ആണ്. വലിയ പ്രയാസമാണ് കുട്ടികളുടെ കാര്യത്തിൽ. നോക്കൂ, ഭീകരവാദ പ്രവർത്തനത്തിൽ കുട്ടികളെ ഉപയോഗിച്ചാൽ സെക്ഷൻ 83 ഒരു പ്രശ്നമില്ല. കുട്ടികളെ മയക്കുമരുന്നും അതുപോലുള്ള ബാൻഡ് ഐറ്റംസ് കുട്ടികൾ വിൽക്കാൻ വേണ്ടി പോയാൽ പോലും പ്രശ്നങ്ങൾ വലിയ രൂപത്തിൽ ഈ ആക്ട് പ്രകാരം ഇപ്പോഴില്ല. മുൻപുണ്ടായിരുന്നു. മുൻപ് JJ ആക്ടിനായിരുന്നു പ്രാധാന്യം, ഇപ്പോഴതില്ല. കാരണം ബെയിലബിൾ ആണ്. ഈ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. മറ്റൊന്ന്, JJBകളുടെ പ്രവർത്തനം സംബന്ധിച്ച് എല്ലാ JJBകളും അങ്ങനെയാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. പക്ഷെ JJB എന്ന് പറയുന്ന സംവിധാനം യഥാർത്ഥത്തിൽ ഈ ആക്ടിന്റെ ഭാഗമാണെന്നും ആ ആക്ടിന്റെ കീഴിൽ വരുന്ന ഒരു ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണെന്നുമുള്ള ചിന്ത മാറി
അതൊരു മജിസ്ട്രേറ്റിന്റെ ഏകാധിപത്യപരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന ചില JJBകളുണ്ട്. അത് മാറ്റിയേ മതിയാവും. കാരണം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കമ്മീഷന്റെ മോണിറ്ററിങ്ങിന് പോലും തടസ്സമാവുന്നുണ്ട്. കാരണം CCLനെ സുരക്ഷയും സംരക്ഷണവും സംബന്ധിച്ച് എന്ത് നടപടിയെടുത്തു എന്ന് JJBയോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് കമ്മീഷന്റെ പരിധിയിൽ വരുന്നതല്ല എന്നുള്ള രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതായിട്ട് ചിലപ്പോഴൊക്കെ ചിലത്, എല്ലാ JJBകളും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല. മറ്റൊന്ന്, അവിടെയുള്ള JJB മെമ്പേഴ്സ് തന്നെ ഇതിന്റെ ഭാഗമായിട്ട് വെറുതെ ഇരിക്കുന്ന ഒരു അവസ്ഥ കൂടെ കാണുന്നുണ്ട്. അത് തീർച്ചയായും പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. CCLന്റെ റീഹാബിലിറ്റേഷനും റിസ്റ്റോറേഷനും അതുപോലെ തന്നെ റീഇൻറ്റഗ്രേഷനും വളരെ പ്രധാനം തന്നെയാണ്. ആ കാര്യത്തിലും അത് CWCയിൽ വരുമ്പോഴും മാത്രമേ ചിലപ്പോൾ കൃത്യമായ ഇൻഫർമേഷൻസ് നമുക്ക് ലഭ്യമാവുന്നുള്ളൂ എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ഫണ്ട് നമ്മൾ രൂപീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളല്ല, നിയമത്തിന്റെ ഭാഗമായിട്ട് തന്നെ പറയുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമാണ് എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പരിശോധനകൾ നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഫലപ്രദമല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് എല്ലാ ജില്ലകളും രൂപീകരിച്ചിട്ടുണ്ട്. നിർബന്ധപൂർവം അത് രൂപീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഏറെക്കുറെ ആ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് ജില്ലാ തലത്തിൽ കൃത്യമാണ്. പക്ഷേ പോലീസ് സേനയുടെ ഭാഗമായിട്ടുള്ള താഴെ തലത്തിലേക്ക് പോകുമ്പോൾ പലപ്പോഴും കുട്ടികളോടുള്ള സമീപനത്തിലും പോക്സോ കേസ് കൈകാര്യം ചെയ്യുന്നതിലുമൊക്കെ തന്നെ നടപടികൾ സ്വീകരിക്കാൻ ചില ഘട്ടങ്ങളിൽ പോലീസ് വിമുഖത കാണിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതും തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ ഫലപ്രദമായിട്ട് തയ്യാറാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതിലും ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇൻഡിവിജ്വൽ കെയർ പ്ലാനിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഒരു കുട്ടിയുടെ റീഹാബിലിറ്റേഷനും റീഇൻറ്റഗ്രേഷനും റിസ്റ്റോറേഷനും എല്ലാം നടക്കേണ്ടത്. എന്നാൽ അതത്രയേറെ ഫലപ്രദമായിട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതും നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കുട്ടികളുടെ ഏജ് സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ സെക്ഷൻ 94 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രിസംഷൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒരുപാട് ഡിലേ ചിലപ്പോഴൊക്കെ ഉണ്ടാവുന്നുണ്ട് ചില കാര്യങ്ങളിലുള്ള ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്നതിനകത്ത്. സർട്ടിഫിക്കറ്റ് ലഭ്യമാവില്ലെങ്കിൽ എന്ത് ആൾട്ടർനേറ്റീവ് നടപടികളാണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും കൂടെ നിയമത്തിൽ പറഞ്ഞതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും വളരെ എളുപ്പത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാണ് തോന്നുന്നത്. റീപാർട്ടിയേഷൻ സംബന്ധിച്ച് പലപ്പോഴും കുട്ടികളുടെ ട്രാൻസ്ഫർ സംബന്ധിച്ച് എത്രമാത്രം ഡിലേ ആണ് ഉണ്ടാവുന്നത്? കാത്തിരിക്കേണ്ടി വരികയാണ്. CWCകൾ നിന്ന് ഉത്തരവ് ലഭ്യമായാൽ അത് പ്രാവർത്തികമാക്കാൻ എടുക്കുന്ന നടപടികൾ എത്ര സമയമാണ് എടുക്കുന്നത്? പോലീസിന്റെ ഭാഗമായിട്ടെന്നുള്ള ആളുകളുടെ അതിന്റെ ലഭ്യമാവാത്ത അവസ്ഥ, ആളുകൾ ലഭ്യമാവാത്ത അവസ്ഥ, ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ, അന്യസംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകാനാണെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ, ട്രെയിൻ ടിക്കറ്റ് കിട്ടുന്ന അവസ്ഥയിൽ പിന്നെയും ഔദ്യോഗികമായ മറ്റു ചുമതലകൾ വരുന്ന അവസ്ഥ, ഇതൊക്കെ വലിയ തടസ്സങ്ങളാണ്. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയേ മതിയാവും. അതിനാവശ്യമായ ഫണ്ട് ലഭ്യമാണെന്നാണ് മനസ്സിലാക്കുന്നത്, കുഴപ്പമില്ലാതെ. പക്ഷെ എങ്കിൽ പോലും അതിലും പരിമിതികൾ ഉണ്ട് എന്നാണ് തോന്നുന്നത്. മറ്റൊന്ന്, മിഷൻ വാത്സല്യയുടെ ഭാഗമായിട്ട് തന്നെ പ്രധാനമായിട്ടും പറയുന്ന വിവിധ വകുപ്പുകളുടെ ഏകോപനമാണ്. കൺവെർജൻസ് പലപ്പോഴും ഉണ്ടാവുന്നില്ല എന്നുള്ളത് എല്ലാ മീറ്റിങ്ങിലും, ജില്ലാതലത്തിലുള്ള എല്ലാ മീറ്റിങ്ങിനകത്തും നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. നല്ലൊരു കൺവെർജൻസ് നമുക്കുണ്ടാവണം. ആ കൺവെർജൻസിലൂടെ മാത്രമേ ഈ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിയൂ. കാരണം കുട്ടികളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് വിവിധ വകുപ്പുകളാണ്. വിവിധ വകുപ്പുകൾ ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് കുട്ടികളുടെ മേഖലയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. CWCയുടെ പ്രവർത്തനം സംബന്ധിച്ച് ഏറെക്കുറെ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ ചില CWCകൾ
ചില ഘട്ടങ്ങളിൽ അവരുടെ പവേഴ്സിനും അപ്പുറത്തേക്ക് പ്രവർത്തിക്കുന്നു എന്ന് തോന്നാറുണ്ട്. സുമോട്ടോ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് തടസ്സമില്ല. പക്ഷേ വഴിയെ പോകുന്ന എല്ലാ കേസുകളും സുമോട്ടോ കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ? ചൈൽഡ് റൈറ്റ്സ് ബേസ്ഡ് അല്ല, അത് CNCP മാത്രമാണ്. ആ CNCP മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാൻ ശ്രമിക്കാതെ ചിലപ്പോൾ അതിനും അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ഹൈക്കോടതിയുടെ ഭാഗമായിട്ടുള്ള വിമർശനങ്ങൾ വരുന്നത്. പല ജുഡീഷ്യൽ ഓഫീസേഴ്സും നമ്മളോട് സൂചിപ്പിക്കാറുണ്ട്, ഇങ്ങനെ പോകുന്നത് ശരിയല്ല. അതിൽ തന്നെ കൃത്യമായൊരു ലത വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ തന്നെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് അതിനകത്ത് വന്നിട്ടുണ്ട്, എങ്ങനെ CWCയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച്. പക്ഷെ ചിലപ്പോഴെങ്കിലും അതിനും അപ്പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതും വളരെ കൃത്യമായിട്ട് നമ്മൾ മാറ്റേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. അഡോപ്ഷനുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ ഇപ്പോൾ പുതിയ അമെൻമെന്റ് വന്നതോടുകൂടെ കുറെ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ അഡോപ്ഷൻ പ്രൊസീജിയർ നടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ പോലും അപേക്ഷകൾ കൂടുതലാണ്. ഈ അടുത്ത കാലത്ത് ഇപ്പോൾ വയനാട് ദുരന്തത്തോടുകൂടെ ഇപ്പോൾ എല്ലാവരും അഡോപ്ഷന് വേണ്ടി ഓടുകയാണ്. ലഭ്യമാകുമോ എന്നുള്ളത്, എങ്ങനെ കുട്ടികളെ ഇങ്ങനെ ഞങ്ങൾ എടുത്തോണ്ട് പോകാന്നുള്ള നിലയിലാണ് വരുന്നത്. പക്ഷെ നടപടിക്രമം പാലിച്ചു മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്ന് തന്നെയാണ് നമ്മളെല്ലാവരോടും നമ്മളോട് ചോദിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകരോടും എല്ലാം തന്നെ നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എങ്കിൽ പോലും ചില പ്രശ്നങ്ങൾ അഡോപ്ഷനുമായി ബന്ധപ്പെട്ട് നേരിടുന്നുണ്ട്. അതും നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടേണ്ടതാണ്. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം പിന്നെ CWC മുമ്പാകെ ഹാജരാക്കുന്നതിൽ പോരായ്മകൾ സംഭവിക്കുന്നുണ്ട് പോലീസിന്. പലപ്പോഴും ഉണ്ട് പോരായ്മകൾ. അത് കൃത്യസമയബന്ധിതമായി ചെയ്തിട്ടില്ല എന്ന് CWCകളിൽ നിന്ന് പരാതിയുമുണ്ട്. ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങളാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ ഒരു ഏകോപിതമായ രൂപത്തിൽ ചെയ്യാൻ കഴിയാതെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അത് ഈ വിഷയങ്ങളൊക്കെ തന്നെ നമുക്ക് തന്നെ പരിഹരിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ചില വിഷയങ്ങളുണ്ട്, ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഫണ്ട് ലഭ്യമല്ല. അതുപോലെ തന്നെ പിന്നെ DCP യൂണിറ്റിലെ സ്റ്റാഫുകളുടെ എണ്ണം കുറച്ചത്, അവരുടെ ശമ്പളം കുറച്ചതും ഒക്കെ തന്നെ ചിലപ്പോൾ നമ്മുടെ പരിധിക്കുള്ളിൽ നിൽക്കുന്നതല്ല. പക്ഷേ എങ്കിൽ പോലും എല്ലാ വകുപ്പുകളും കൃത്യമായിട്ട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ശ്രമിച്ചാൽ തീർച്ചയായും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനും കേരളത്തെ കുട്ടികളുടെ ഒരു ചൈൽഡ് ഫ്രണ്ട്ലി സ്റ്റേറ്റായി നമുക്ക് മാറ്റാനും കഴിയേണ്ടതുണ്ട്. കമ്മീഷൻ അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ്. പക്ഷേ കമ്മീഷനും ചിലപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള ഫണ്ട് അവൈലബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. പ്രോഗ്രാമുകൾ സമയബന്ധിതമായി ചെയ്യാൻ കഴിയാറില്ല. നിരവധി പ്രോഗ്രാമുകൾ നമ്മൾ ചാർട്ട് ചെയ്താൽ പോലും അത് സമയബന്ധിതമായി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് തുറന്നിവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് കൂടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് വെച്ചുകൊണ്ട് ഗവൺമെന്റിന് നല്ലൊരു റെക്കമെൻഡേഷൻ നമുക്ക് സമർപ്പിക്കാം. അതുവഴി പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ചു കൊണ്ടുപോകാം. തീർച്ചയായും ഒരു റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് നമുക്ക് എല്ലാ മേഖലയിലും ഉണ്ടാവണം. ചൈൽഡ് റൈറ്റ്സ് ബേസ്ഡ് അവകാശങ്ങൾ നേടുമ്പോൾ അവകാശങ്ങൾ, എനിക്ക് തോന്നുന്നു ബിൽ ഓഫ് റൈറ്റ്സ് ആണ് ഈ മനുഷ്യാവകാശങ്ങളുടെ മാഗ്ന കാർട്ട എന്ന് തോന്നുന്നു. മനുഷ്യാവകാശങ്ങൾ വരുമ്പോൾ എന്തുമാത്രം ആ അവകാശങ്ങൾ അവർക്ക് ലഭ്യമാക്കുന്നതിനെതിരെ എത്രമാത്രം എതിർപ്പുകൾ ഉണ്ടായോ അതുപോലുള്ള എതിർപ്പുകൾ ഇപ്പോഴും കുട്ടികളുടെ മേഖലയിലുമുണ്ട്. അത് പ്രധാനമായിട്ടും വരുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ സ്കൂളുകളിൽ നിന്നാണ്, അധ്യാപകരിൽ നിന്നാണ്. കുട്ടികൾ റൈറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അധ്യാപകരുടെ റൈറ്റ്സിന് എതിരായി തീരുമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഏത് റൈറ്റ്സ് പഠിക്കുമ്പോഴും അത് എനിക്കും നിനക്കും എല്ലാം ബാധകമാണ് എന്നുള്ളത് കൂടെ പഠിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് അവകാശങ്ങൾ മാത്രമായിട്ട് ചോദിക്കുന്നത്. തീർച്ചയായും അവകാശങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കുമുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. എനിക്കുള്ള അതേ അവകാശം നിങ്ങൾക്കുമുണ്ട് എന്ന് നമ്മൾ പഠിപ്പിച്ചാലാണ് യഥാർത്ഥത്തിൽ എല്ലാ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ അത് പഠിപ്പിക്കാൻ തയ്യാറല്ല.
മനുഷ്യാവകാശങ്ങളിലെ കുട്ടികളുടെ അവകാശങ്ങൾ പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് തീർത്തും നമ്മുടെ ഏകാധിപത്യ പ്രവണതകൾക്ക് വിരുദ്ധമായി തീരുമെന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടെ അത് മോശം കാര്യമാണ് എന്നുള്ള തരത്തിൽ പ്രചരിപ്പിക്കുന്ന രീതികൾ പോലും സ്കൂളുകൾക്കകത്തുണ്ട്. തീർച്ചയായും അത് ഒരു തരത്തിലും കമ്മീഷന് അംഗീകരിക്കാൻ കഴിയില്ല. അത് തിരുത്തപ്പെടേണ്ടതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാറിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാതെ പോകാൻ നിവൃത്തിയില്ല. കാര്യം പേഴ്സണലായിട്ട് ഒത്തിരി ഫംഗ്ഷനിൽ വരികയും സഹകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ മകളുടെ കല്യാണത്തിന് പോലും സാറുണ്ടായിരുന്നു. വിവിധ വിവാദങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന വകുപ്പുകളാണ് സാറിന് കൊടുത്തിരിക്കുന്നത്. ഒരു വിവാദവുമില്ലാതെ വകുപ്പ് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യും. കൃത്യസമയത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന പാഠപുസ്തകങ്ങളാണെങ്കിലും യൂണിഫോമുകളാണെങ്കിലും ഒരു അഡ്വാൻസായിട്ട് തന്നെ ചൊവ്വാഴ്ച എത്തിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഏപ്രിൽ മാസത്തിൽ എത്തിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തലേ മാസത്തിലെ എത്തിച്ച് അഡ്വാൻസായിട്ട് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് നമ്മൾക്കുള്ളതെന്നുള്ള കാര്യത്തിൽ നമ്മൾ പ്രത്യേകം അഭിമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഈ തരുണത്തിൽ ഞാൻ എടുത്തു പറയുവാൻ ഉദ്ദേശിക്കുകയാണ്. സാർ ഉദ്ഘാടന പ്രസംഗത്തിൽ സാർ പറഞ്ഞു, കമ്മീഷൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി, അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഇത് നേരത്തെ വന്നിട്ടുള്ളതാണ് എങ്കിൽ കൂടിയും ഇത് സിലബസിൽ ഉൾപ്പെടുത്തണം. ബാലാവകാശം എന്താണ് എന്നുള്ളത് സ്കൂളിലായാലും കോളേജുകളിലാണെങ്കിലും സിലബസിൽ ഉൾപ്പെടുത്തണം. കാര്യം കുഞ്ഞുങ്ങൾക്ക് അറിയില്ല എന്താണ് അവകാശമെന്ന്. ആ അവകാശത്തെക്കുറിച്ച് ഒരു അവയർനെസ് അവർക്കില്ലാതെ കമ്മീഷൻ ഇവിടെ നിന്ന് നമ്മൾ എന്തെല്ലാം പ്രവർത്തിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. അപ്പോൾ അത് ഒരു സിലബസിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു റിക്വസ്റ്റും കൂടി ഈ തരുണത്തിൽ അറിയിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. പിന്നെ നമ്മുടെ ബാലാവകാശ കമ്മീഷൻ ചെയർമാന് എൻ്റെ വ്യക്തിപരമായ പേരിലും കമ്മീഷൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാഗത പ്രസംഗകൻ നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ മോഹൻ സാറിനും എൻ്റെ വ്യക്തിപരമായ പേരിലും കമ്മീഷൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോ വ്യക്തികളെയും പേരെടുത്ത് പറയുന്നില്ല. വിവിധ മേഖലകളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ വ്യക്തികളെയും, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരെയും എൻ്റെ വ്യക്തിപരമായ പേരിലും കമ്മീഷൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളും, ഒന്ന് പോസ്കോ നിയമത്തെ സംബന്ധിച്ചിടത്തോളം അത് ഹൈക്കോടതിയിൽ തന്നെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ബാലാവകാശ നിയമങ്ങൾ അല്ലേ, നിയമങ്ങൾ അത് രണ്ടും പിന്നെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹയർ സെക്കൻഡറിയുടെ പാഠപുസ്തകം തയ്യാറാക്കുന്ന തുടക്കത്തിലാണ്. അത് കുറച്ചുകൂടെ വിപുലമായിട്ട് നമുക്ക് അതിൽ ഉൾപ്പെടുത്താം ഹയർ സെക്കൻഡറിയുടെ. അതുപോലെ തന്നെ ഇപ്പം 5 ക്ലാസ്സിലെ പാഠപുസ്തകമാണ് പുതിയതായിട്ട് ഇപ്പോൾ ഇറങ്ങിയത്. ഇനിയിപ്പോൾ ഒരു 5 ക്ലാസ്സിൽ ഇറങ്ങാണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ ഇത് ഉൾപ്പെടുത്തുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത് സമൂഹത്തിൻ്റെ ഒരു ഇടപെടലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞത്. ഞങ്ങളുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഞാൻ ചെയർമാനോട് പറയുകയായിരുന്നു, ഈ യോഗത്തിൽ പറയാമോ എന്ന് എനിക്കറിയില്ല, പോസ്കോയുടെ നിയമങ്ങൾ കുട്ടികളെ മാത്രമല്ല പഠിപ്പിക്കേണ്ടത്, മറ്റെല്ലാ ആൾക്കാരെയും പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും വിദ്യാലയങ്ങളിൽ നടക്കുന്നത് അതിൻ്റെ കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോവുകയാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ രക്ഷകർത്താക്കളും കുട്ടികളും അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോവുകയാണ്. പക്ഷെ ഞാനിപ്പോൾ കുറച്ച് എണ്ണത്തിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനൊക്കെ ഈ സമൂഹത്തിൻ്റെ കൂടെ ഒരു പിന്തുണ അത്യാവശ്യമാണ്. ഇവരെല്ലാം പിന്തുണയ്ക്കാൻ വേണ്ടി വരുന്നവരുണ്ട്, അവരെ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത് ആദ്യം ഇതേപോലുള്ള യോഗങ്ങൾ ഒക്കെയാണ് വളരെ അത്യാവശ്യം. ഞാൻ ചെയർമാനോട് പറയുകയായിരുന്നു, മെമ്പറോട് പറയുകയായിരുന്നു. അതിലൊക്കെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തുകൊണ്ടോ ചെയ്യാൻ നമുക്ക് പിന്നെ
വിദ്യാലയ അന്തരീക്ഷത്തിൽ തന്നെ നമുക്ക് ഒരു വർഷത്തിൽ പിന്നെ 1, 2, 3 യോഗങ്ങൾ തന്നെ ബാലാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചാൽ എന്താണ് നിങ്ങളുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് നിങ്ങളുടെ ഓർഗനൈസേഷനൊന്നും അതെല്ലാം നമുക്ക് നടത്തുന്നതിന് വേണ്ടി കഴിയും. അപ്പം അതിനെല്ലാ പിന്തുണയും ഉണ്ടാവും എന്നൊന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിക്കുക.